ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ചില്ലി ഗോപിയാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്കിവിടെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂണിൽ താഴെ റെഡ് ഫുഡ് കളർ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കളർ ചേർത്താലേ നല്ല കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കറി ശരിയാവുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത്രയുമാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് ആവശ്യം. നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ടുള്ള പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ അധികം ലൂസായി പോവുകയും ചെയ്യരുത്, അധികം ടൈറ്റായിട്ടും പോകരുത്. മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചില്ലി ഗോബി റെഡിയാക്കാനായിട്ട് ഒരു വലിയ സവാള, 1 ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്. സവാളയും ക്യാപ്സിക്കവും ഞാൻ സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് കട്ട കെട്ടാതെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഗോബി റെഡിയാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, പച്ചമുളക്,
സ്പ്രിംഗ് ഓണിയൻ, ഇതെല്ലാം കൂടി ചെറുതായിട്ട് വഴറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിന്റെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. പാനിലേക്ക് ആദ്യം അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, പെപ്പർ പൗഡറും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിക്കായിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പെപ്പറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി ഗോബി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.